ഈ ഒന്നാം പിണറായി മന്ത്രിസഭയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പെർഫോമൻസിനെ പറ്റി പാർട്ടിക്കകത്ത് തന്നെ വിവിധ തരത്തിലുള്ള ചർച്ചകളിലും മറ്റും വിമർശനങ്ങളുണ്ട്. ചർച്ചകളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതിന് ഉണ്ടാവണം എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. ഇടയ്ക്കതില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ട്. അത് ഏറ്റക്കുറച്ചിലുണ്ടാവണ്ട, നല്ലവണ്ണം ഉണ്ടാവണം എന്നാണ് അഭിപ്രായം. അല്ല, ഞാൻ പറയാം, അപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പെർഫോമൻസ്, മന്ത്രിമാരുടെ പരിചയക്കുറവ്, മന്ത്രിമാരുടെ ഇതിന് മുമ്പ് വന്നുള്ള മന്ത്രിമാരെല്ലാം നല്ല പരിചയത്തിലാവുന്നു. അല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ ജി സുധാകരൻ പരിചയസമ്പന്ന മന്ത്രി, എ കെ ബാലൻ പരിചയസമ്പന്ന മന്ത്രിയായിരുന്നില്ലേ? അതായത് ആരും മന്ത്രിയായി വരുമ്പോൾ പരിചയസമ്പന്നത്തോട് വരുന്നില്ല. പറഞ്ഞ മനസ്സിലായ, ഏതെങ്കിലും ഒരാൾ മന്ത്രിയായി വരുമ്പോൾ അയാൾ പരിചയസമ്പന്നതയോടുകൂടി അല്ല വരുന്നത്. മന്ത്രിയായി പിന്നെ പരിചയസമ്പന്നത നേടുകയാണ്. അത്ര കണ്ടാൽ മതി. അപ്പോൾ അത് നേടാൻ എല്ലാവർക്കും സാധിക്കുന്നേ ഉള്ളൂ. പരിചയസമ്പന്നതയുടെ കുറവ്, അത് ആർജിക്കുന്നതിനുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതൊക്കെ മാഷ് തന്നെ തിരിച്ചറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന, ഒരു അഴിച്ചുപണിക്ക് CPM ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആലോചിക്കുന്നില്ല. ഒരാലോചനയുമില്ല. മന്ത്രിസഭയിൽ ഒരു തരത്തിലുള്ള മാറ്റം ആവശ്യമില്ല. മന്ത്രിസഭേൻ്റെ പ്രശ്നമല്ല ഇത്. ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായി അതിന് എന്തൊക്കെയാണ് മുൻഗണനാക്രമം എന്നതാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും സർക്കാർ ഓക്കെയാണ് എന്ന നിലയിലാണോ? അതെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ എല്ലാ മന്ത്രിമാരെ സംബന്ധിച്ചും നല്ല കഴിവുള്ളവർ തന്നെയാണ്. അവർ നല്ലപോലെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ മന്ത്രിമാരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നേരത്തെ CPM കടന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ കടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ 100 ദിവസ പരിപാടി വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ പോകില്ലേ കേരള ഗവൺമെൻറ്? 100 ദിന പരിപാടി. ഇപ്പോൾ ഈ വരുന്ന 20-ാം തീയതി കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സർക്കാരിന് ഒരു പൊതു മാർഗ്ഗരേഖ തയ്യാറാക്കുന്ന നടപടികളാണോ ചെയ്യാൻ? അല്ലല്ല, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് മുൻകൈ കൊടുക്കേണ്ടത് സർക്കാർ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 62 ലക്ഷം ആളുകൾക്ക് പെൻഷനുണ്ട്. ഈ പെൻഷൻ നിർബന്ധപൂർവ്വം കൊടുക്കണം. അതിൻ്റെ കുടിശ്ശികയും കൊടുക്കണം. അതുപോലെ ജീവനക്കാരുടെ DA ഉണ്ട്, കുടിശ്ശികയുണ്ട്. പെൻഷൻകാരുടെ കുടിശ്ശികയുണ്ട്, അത് കൊടുക്കണം. കൊടുക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അംഗൻവാടി ഹെൽപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ആശാ വർക്കർമാർ. ഇങ്ങനെ സമൂഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ഏതാണ്ട് 10-20% വരുന്ന ആളുകൾക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങളെല്ലാം ചെറിയ ചെറിയ പൈസയായിരിക്കും. അതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് എങ്ങനെ എന്നത് സംബന്ധിച്ചാണ് ഗവൺമെൻറ്റും പാർട്ടിയും എല്ലാം കൂടി ആലോചിച്ച് ഒരു കൃത്യമായ പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് ഭാവി പരിപാടിയുടെ ഭാഗമായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി സർക്കാരിന് മുൻഗണന നിശ്ചയിച്ച് കൊടുക്കാൻ പോവുകയാണ്? അല്ലല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ തെറ്റായ ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, ശരിയായ നാളെ നിങ്ങൾക്ക് പറയുന്ന ശരിയായ ഉത്തരം അല്ല. ഉത്തരം ചെയ്യാൻ ഞാൻ പറയാൻ പോകുന്നത്, പാർട്ടി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുകയല്ല. പിന്നെ ഗവൺമെൻറ് തന്നെ അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മാർഗ്ഗനിർദ്ദേശം അതിനാവശ്യമായ രീതിയിലുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാർട്ടി എന്ന രീതിയിൽ എല്ലാ സന്ദർഭത്തിലും നയപരമായ കാര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് കാര്യം. ഈ